ഒരു മുഹബത്തിന്റെ സുലൈമാനി. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അജു മോനെ ചൂടാവില്ലടാ, ഞാൻ ഇറങ്ങി. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാനെത്തും. ഒന്നുമില്ലെങ്കിലും ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെ ജനറൽ വിഭാഗത്തിൽ ഒരു തിരക്കേറിയ ഡോക്ടറല്ലേടാ ഞാൻ. എടാ എന്നത്തെയും പോലെ അല്ല ഇന്ന് നിനക്കറിയാലോ. എന്നെ പെണ്ണ് കാണലല്ലേ, അതിനൊരു നേരം കാലൊക്കെ അല്ലേടാ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ് എന്നെ കണക്കാക്കേണ്ടെന്ന്. അല്ലെങ്കിൽ നീ ആദ്യമായിട്ട് കാണുന്നില്ലല്ലോ. കണ്ടു പുറകെ നടന്ന് പ്രേമിച്ച് വീഴ്ത്തി ഇപ്പൊ വീട്ടുകാരെ കാണിക്കാൻ കൊണ്ടുവന്നു, അത്ര തന്നെ. അല്ലാതെ ഇതിന് വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട. ഡാടാ നിനക്കത് പറയാം, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്ത് തന്നെയാ. അതിന്റെ അധ്വാനം എനിക്കറിയൂ. പിന്നെ തന്നെ പോലെ എല്ലാ സ്ട്രെസ്സും ഒരു ചായയിൽ തീർക്കുന്ന ഒരു എക്സ്ട്രോർഡിനറി ഡോക്ടർ ഒന്നല്ല ഞാൻ. എനിക്ക് എന്റെ എല്ലാം അവളാ, എന്റെ ഹൈമി. നീ തന്നെ ഇത് പറയണം. എന്റെ കൂടെ ഒരു ചായ കുടിക്കാൻ വന്നുകൊണ്ടാണ് അവള് നീ കണ്ടത്. അല്ലെങ്കിൽ ആ പെണ്ണ് രക്ഷപ്പെട്ടേനെ. എന്ത് ചെയ്യാ, അതിന്റെ വിധി. എന്നിട്ട് എന്റെ ചായക്കമ്പത്തിനായി ഇപ്പൊ കുറ്റം. ഫോണിന്റെ മറുതൽക്കൽ നിന്നാണെങ്കിലും അതിനവനെ നിളിച്ചു കാണിക്കുന്ന ഫഹീം മനസ്സിൽ കണ്ട്. സീനിയർ മെഡിക്കൽ ഓഫീസർ അലി തൈക്കാടിന്റെയും സുഹൃയുടെയും മകൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി ഇപ്പോൾ സ്വന്തം നാട്ടിലെ PHCയിൽ ജനറൽ വിഭാഗം കൺസൾട്ടായി വർക്ക് ചെയ്യുന്നു. കുടുംബത്തിലെ അധിക പേര് മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്. ഒരു അനിയനുണ്ട്, അവൻ UK നേഴ്സാണ്. അനിയത്തി +2 കഴിഞ്ഞു, ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് ആണ്. ഇനി നേരത്തെ ഫഹീമിനെ വിളിച്ചില്ലേ, ആ പെണ്ണ് കാണാൻ പോകുന്ന മുതലേ അവനാണ് നമ്മുടെ അംജു, ഫഹീമിന്റെ ഉപ്പാന്റെ അനിയന്റെ മോന. അവിടെ തന്നെ പേരുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുവാണ്. ഫഹീമിന്റെ ഉറ്റ ചങ്ങാതിയാണ്. ചെറുപ്പം മുതലല്ലെങ്കിലും രണ്ടും കട്ട കമ്പനിയാണ്. MBBS വരെ ഒന്നിച്ചായിരുന്നു. പിന്നെ അജു പീഡിയാട്രിക് വിഭാഗത്തിൽ സ്പെഷ്യൽ MD ചെയ്തു. ഇപ്പോൾ ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക കുട്ടികളുടെയും പ്രിയപ്പെട്ട ഡോക്ടറാണ് അംജദ്. രണ്ടു കൂട്ടുകാർക്കും കുടുംബത്തിനകത്തും പുറത്തും വേറെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിലും ഇവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടാണ്. ഇനി നമ്മുടെ ഫഹീമിന് തലക്ക് പിടിച്ചൊരു ഭ്രാന്തുണ്ട് കേട്ടോ, ചായ. ഈ പ്രായത്തിൽ ചെക്കന്മാർക്ക് കള്ളിനോടും കഞ്ചാവിനോടുള്ള ലഹരി ആർക്കൊന്നും പുതുമയുള്ളതൊന്നുമല്ല. എന്നാൽ ഇങ്ങനൊരു ചായ ഭ്രാന്ത് അതൊരു ഡോക്ടർക്ക് എങ്ങനെ വന്നതെന്ന് ആർക്കും അറിയില്ല. അത് നമ്മുടെ ചുടുവെള്ളത്തിൽ വെറും തേയിലപ്പൊടി വിതറി തിളപ്പിച്ചെടുക്കുന്ന സാധാ ചായയല്ല, സ്പെഷ്യൽ മസാലകളൊക്കെ പൊടി ചേർത്തുള്ള ഒരു അസല് ചായ. ഒരു ഡോക്ടറായി നിനക്ക് ഇങ്ങനെ ചായ കുടിച്ചാലുള്ള സൈഡ് എഫക്ട്സുകൾ അറിയില്ലേ എന്ന് വാപ്പ ചോദിക്കാറുണ്ട്. ഉപ്പുചി നമ്മുടെ ഈ ഇഞ്ചി, ചുക്ക്, ഏലക്ക, പട്ട ഇതൊക്കെ ഇട്ട് ഒരു ദിവസം ഒരു ഗ്ലാസ് ചായയൊക്കെ ശരീരത്തിന് നല്ലതാ. ഇഞ്ചി നമുക്ക് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. ഏലക്ക നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അവനതിന്റെ ഗുണങ്ങൾ. എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വൈകുന്നേരം ഒരു ചായ മസ്റ്റാണ് ആൾക്ക്. മിക്കവാറും വീട്ടിൽ നിന്ന് തന്നെ, അത് ഉമ്മാന്റെ കയ്യിൽ നിന്ന്. ഉമ്മാന്റെ ചായ അതാണ് അവന്റെ കടുപ്പവും പാകവും. അത് ഉമ്മാന്റെ കയ്യിൽ നിന്ന് തന്നെ വരും. അത് കുടിച്ച ആളുടെ അന്നത്തെ മുഴുവൻ ക്ഷീണവും തലവേദനയും കൂടും കുടുക്കെ എടുത്തു ഓടും. അതാണ് ഇപ്പോഴത്തെ കക്ഷിയുടെ അവസ്ഥ. അങ്ങനെ ഒരിക്കലും ഉമ്മ വീട്ടിലാത്തൊരു ദിവസം വൈകുന്നേരം ചുമ്മാ ഹമീദ് ഖാന്റെ ടീ ഹബിൽ പോയി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് അംജുവിനെ കുത്തിപ്പൊക്കി വിളിച്ചു. നീ ഇങ്ങോട്ട് പോലും, ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. നല്ല ചായ നിനക്ക് എൻ്റെ ഉമ്മ ഇട്ട് തരുമെന്നൊക്കെ പറഞ്ഞ് കിടത്തി ഉറക്കിയില്ല. 1000 പ്രാക്കുകൾക്കൊടുവിൽ വണ്ടിയെടുത്ത് വീട്ടിൽ വന്നു. അങ്ങനെ രണ്ടാളും കൂടി കവലയിലേക്ക് ഇറങ്ങി. ഉമ്മ കഴിഞ്ഞാൽ ഹമീദക്കാണ് ചായയുടെ കാര്യത്തിൽ അവൻ്റെ മറ്റൊരു ഷെഫ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള ചായയും കോഫിയും കടികളൊക്കെയുള്ള അത്യാവശ്യം വലിയൊരു കടയാണ് ഹമീദക്കയുടെ ടീ ഹബ്ബ്. വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കാണ്. ഹൈജീൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലതായതിനാൽ അതിൻ്റെ ഗുണം കൂടിയുണ്ട്. ഇനി ചായ അടിക്കുന്ന കടികളുണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. ഹമീദക്കയുടെ മസാല ചായക്ക് ആളുകൾ ഏറെയാണ്. അതിലൊരുത്തനാണ് നമ്മുടെ ഈ ഡോക്ടർ. ഒരു ചായ മണത്തു നോക്കി അതിൽ ഇൻഗ്രീഡിയൻസ് മുഴുവൻ പറയും കക്ഷി. അത്യാവശ്യം പനിയും ജലദോഷയ്ക്കായിട്ട് വരുന്ന പേഷ്യൻസിന് ലോ ഡോസ് മെഡിസിനും കൊടുത്ത് നല്ല ഏലക്കയും ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ട് നല്ലൊരു ചായ കുടിക്കാനും നിർദ്ദേശിക്കാറുണ്ട്. ചായയുടെ വൈഭവം കണ്ടിട്ട് നിനക്ക് നല്ല ചായക്കടയാണെന്ന് അഞ്ചു എപ്പോഴും കളിയാക്കും. ഹബ്ബിൽ രണ്ടാളും ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അംജു ആണെങ്കിൽ ഉറക്കച്ചടവുമാറായ കോട്ടുമായിട്ട് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഫഹീമിന്റെ കയ്യിൽ നിന്ന് തലക്ക് നല്ല കൊട്ടു കിട്ടുന്ന ഭയന്നിട്ടാണ്. അല്ലെങ്കിൽ ആൾ ആ ടേബിൾ കിടന്ന് തന്നെ ഉറങ്ങും. ജിഞ്ചർ ടീ, മെഷീൻ കോഫി, ബ്ലാക്ക് ടീ എന്നിങ്ങനെ പല ഓർഡറുകളും വിളിച്ചു പറയുന്ന കേൾക്കുന്നുണ്ട്. ഫഹീം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് AGU മൗണ്ടൻ ഇന്റർനാഷണൽ സ്കൂൾ മിനി ടൂർ എന്നൊക്കെ ബാനർ ഒട്ടിച്ച് ഒരു മിനി സ്കൂൾ ബസ് വന്ന് നിന്നത്. കുട്ടികളുടെ കലപിലെ ശബ്ദവും ടീച്ചേഴ്സ് പാടിക്കൊടുക്കുന്നതിനനുസരിച്ച് ക്ലാപ്പ് അടിച്ച് കുട്ടികൾ പാടുന്ന ഇംഗ്ലീഷ് റൈമിന്റെ ശബ്ദവും അഞ്ജുവിന്റെ ഇരുന്നുള്ള ഉറക്കം കളഞ്ഞു. കണ്ണടച്ചുറന്ന് അവൻ ബസ്സിലേക്ക് വെറുതെ നോക്കിയിരുന്നു. അപ്പോഴാണ് ആ ബസ്സിൽ നിന്ന് കിളിപ്പച്ച ചുരിദാർ ധരിച്ചൊരു പെൺകുട്ടി ഓടി ഇറങ്ങിയത്. തലയിൽ നിന്ന് ഊർന്ന് വീണത്തട്ട നേരെ ഇട്ടുകൊണ്ട് അവൾ ആ ഷോപ്പിലേക്ക് കയറി. ഉറക്കച്ചടവോടെ ഇരുന്ന അഞ്ജുവിന്റെ ബോധം പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് അവളെയും നോക്കി പരിസരം മറന്ന് അവൻ എഴുന്നേറ്റു. അവളെയും നോക്കി വാ തുറന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്ന അംജുവിനെ ഫഹീമിന് ആദ്യം കത്തിയില്ലെങ്കിലും പിന്നെ മനസ്സിലായി ആളിലെ കോഴി ഉണർന്നിരിക്കുന്നുവെന്ന്. ചുമ്മാ അവൾ നോക്കി നിൽക്കുന്ന അഞ്ജുവിന്റെ കാലിലൊന്ന് അമർത്തി ചവിട്ടി ഫഹീം, അടങ്ങിയിരിക്കണ തെണ്ടി, വെറുതെ ഡോക്ടർമാരുടെ വില കളയാനായിട്ട് ശവം.
ഫഹീമിന്റെ തെറിവിളി കേട്ടപ്പോഴാണ് ആൾക്ക് ബോധം വന്നു. പിന്നെ ചുറ്റും നോക്കി. വീണ്ടും തന്നെ ഡീസൻസി എടുത്ത് അണിഞ്ഞു. ഏട്ടാ, ഒരു 30 കോഫിയും 30 പഴംപൊരിയും പിന്നെ ഒരു സ്പെഷ്യൽ ഏലക്കാ ചായ. ഷോപ്പിലെ പയ്യനോട് ഓരോന്ന് ചോദിക്കുന്ന അവളെ അംജുവിന്റെ കോഴിക്കണ്ണുകൾ സസൂക്ഷ്മം വീക്ഷിച്ചു. ഒരു പച്ചക്കിളി, തോളിലായി ഒരു സൈഡ് ബാഗ്, കയ്യിലൊരു കറുത്ത വാച്ച്, തലയിലെ ഷോൾ അങ്ങനെ ആരെയും കൂസാതെ അലസമായി പാറിക്കളിക്കുന്നു. അതെ, ചായ ചോദിക്കുന്ന കേട്ടിട്ട് നിന്റെ ഏതൊക്കെയോ വകയിലെ പെങ്ങളാണെന്നാ തോന്നുന്നു. അഞ്ചു പതിയെ ഫഹീമിനോട് പറഞ്ഞു. അവളുടെ മേലുള്ള നോട്ടോ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടാവണം ഫഹീമിന് ചിരിയടക്കാനായില്ല. ആരായാലും എനിക്കൊരുപാട് ഇഷ്ടമായി. എന്തോ ഒരു സ്പാർക്ക് അവളെ കണ്ടപ്പോ ഈ ഹൃദയത്തിനൊക്കെ ഒരു ഇളക്കം പോലെ. അത് ഗ്യാസിൻ്റെ ആവും. ഈ ചായ കുടിച്ചാൽ മാറും. ഒന്ന് പോടാ, ഇതൊന്നല്ല. പ്രേമം. ഫഹീമിന് ചിരിയടക്കാൻ കഴിയുന്നില്ല. ചിരിക്കടത്തിണ്ടി, ഞാൻ സീരിയസ് ആവും. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അംജു ഒന്നുകൂടി സീരിയസ് ആയി. ഹൈമി, കോഫി തീരെ ചൂട് വേണ്ട കേട്ടോ, മക്കൾക്കുള്ളതല്ലേ. ബസ്സിൽ നിന്ന് ഏതൊരു ടീച്ചർ വിളിച്ചു പറയുകയാണ്. ഹൈമി, അടിപൊളി. അങ്ങനെ അവളുടെ പേരും കിട്ടി. അന്നു മുതൽ എജിയുമൗണ്ട് ഇന്റർനാഷണൽ സ്കൂളിന്റെ മുമ്പിൽ നമ്മുടെ ചെക്കൻ സ്ഥിരം സന്ദർശകനായി. ആദ്യമൊന്നും പെണ്ണു വളഞ്ഞില്ലെങ്കിലും അവന്റെ പ്രണയത്തിൽ ഒരു നേരുനെറിയൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവളും ഓക്കെ ആയി. പിന്നെ അത്രയ്ക്ക് ലുക്കൊന്നും ഇല്ലെങ്കിലും പറയത്തക്ക ഒരു വർക്കുള്ളതുകൊണ്ട് അവളും വീണു. എന്തായാലും നല്ലൊരു ശിശുരോഗ വിദഗ്ധനല്ലേ നമ്മുടെ ചെക്കൻ. അങ്ങനെ ഹമീദ് ഖാന്റെ ടീ ഹബിൽ ചായ കുടിക്കാൻ പോയ അവനും കിട്ടി മുഹബത്തിന്റെ ഒരു അസ്സല് സുലൈമാനി. ഇതാണ് എന്റെ ചായ ഭ്രാന്തോട് അവന് കിട്ടിയ ഗുണം. ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ ഡോക്ടർ നേരം വൈകി വീട്ടിലെത്താൻ തുടങ്ങിയപ്പോഴാണ് എളാപ്പ കാര്യം ശ്രദ്ധിക്കുന്നത്. കൃത്യം 3 മണി ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്ന അവന് പിന്നെ എന്താണ് പരിപാടിയെന്ന്. അങ്ങനെ നമ്മുടെ ഹൈമിയുടെ സ്കൂളിന്റെ മുമ്പിൽ നിന്ന് അവനെ കൈയോടെ പൊക്കി. ഉച്ചയ്ക്ക് ശേഷമുള്ള അവന്റെ ഓഫീസ് സ്കൂളിന് മുമ്പിലാണെന്ന് എളാപ്പ വീട്ടിലറിയിച്ചപ്പോൾ ചെക്കൻ പിന്നെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു കുടുംബമായിരുന്നു ഹൈമിയുടേത്. പിന്നെ നമ്മുടെ ചെക്കൻ ഡോക്ടർ ആയതുകൊണ്ട് അവളുടെ വാപ്പാക്ക് 100 വട്ടം സമ്മതം. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പെണ്ണ് കാണലിൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ 1-2 തവണ അംജുവിന്റെ കൂടെ കണ്ട് എന്നോട് അവൾ നല്ല കമ്പനിയാണ്. പാരമ്പര്യമായി നിലനിർത്തി പോകുന്ന ചില ചിട്ടകളും ആചാരങ്ങളൊക്കെയുള്ള ഒരു പഴയ മുസ്ലിം തറവാട്ടിലെ കുട്ടിയാണ് അവള്. എല്ലാത്തിനും കണിശതയും സ്ട്രിക്റ്റുമായ ബാപ്പ. ഇവരായി അന്വേഷിച്ചറിഞ്ഞെന്ന ഒരു വിവാഹാലോചനയായിട്ടാണ് അവരുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ പഠിക്കാനും ജോലിക്ക് പോകാനൊന്നും അവർക്ക് താല്പര്യമില്ലെങ്കിലും അതിൽ നിന്നെല്ലാം ഇക്കാക്കന്മാരുടെ കൂട്ടുപിടിച്ച് പുറത്ത് ചാടിയ കഥയാണ് അവൾ. മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പോൾ എജിയുമൗണ്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന സാലറിയേക്കാളും മനസ്സിൽ കിട്ടുന്ന ആ സന്തോഷവും സ്വാതന്ത്ര്യമാണ് ഞാൻ ആസ്വദിക്കുന്നതെന്ന് ആൾ പറയാതെ തന്നെ പറയുന്നുണ്ട്. ഇനി ലൈഫ് ഇതിലും കളറാവും. കാരണം നമ്മുടെ ചെങ്ങായിയിൽ അവളുടെ പാർട്ട്ണർ വീട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് ഫഹീം ഓർത്തെടുത്ത കാര്യങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. അങ്ങനെ നമ്മുടെ അംജും പെണ്ണ് കാണാൻ പോവാണ്. നീ നിന്റെ ചായഭ്രാന്ത് കൊണ്ട് നടന്നോ, എന്നെ പോലൊരു പെണ്ണിനെയൊക്കെ സെറ്റാക്കി ലൈഫൊക്കെ ഒന്ന് സെറ്റിലാവടാ. പെണ്ണ് കാണലിന് ഡേറ്റ് തീരുമാനിച്ചപ്പോൾ മുതൽ അംജുവിന്റെ ഉപദേശമാണിത്. എന്തോ അങ്ങനെ ജീവിതത്തിലേക്ക് ആരെയും കൂട്ടിടുന്ന ഇതുവരെ തോന്നിയിട്ടില്ല. വയസ്സ് 30-നോടടുത്തെങ്കിലും ഒരു ചായയോടുള്ള മുഹബത്തൊക്കെ തന്നെയുള്ളൂ ഇപ്പോഴും ഈ മനസ്സിൽ. വരട്ടെ, നോക്കാം. അവനെത്താൻ കുറച്ച് വൈകിയതിനാൽ പ്രതീക്ഷയിലും കുറച്ച് സമയം കഴിഞ്ഞാണ് അവർ ഹൈമിയുടെ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങിയത്. അംജുവിന്റെ ഫാമിലിയും പിന്നെ ഫഹീമും ഉമ്മയും. ഡാ, നിനക്ക് ഇത്രയൊക്കെ ഗ്ലാമർ ഉണ്ടായിരുന്നോ? കൊടുക്കത്തെ ഗ്ലാമറാണ് പന്നി. ചെത്ത് സ്റ്റൈലിൽ നിൽക്കുന്ന അംജുവിനോട് റഹീം ചോദിക്കുന്നുണ്ട്. അവനവനൊന്ന് പുച്ഛി ചിരിച്ചു. പ്രൗഢി വിളിച്ചോതുന്നൊരു പഴയ തറവാടായിരുന്നു അവരുടെ വീട്. അവരെ പ്രതീക്ഷിച്ചെന്ന പോലെ അവിടെ ബാപ്പ മുന്നിൽ തന്നെയുണ്ട്. ഈ കാക്കമാർ രണ്ടും ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതോ 2 കാരണന്മാരെ മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബാപ്പ നമ്മുടെ അംജുവിനെ കണ്ടപാടെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. മുഖം കണ്ടാലറിയാം മൂപ്പർക്ക് നല്ല ബോധിച്ച മട്ടാണ്. അവനാണെങ്കിൽ ആവശ്യത്തിലേറെ വിനയും ക്യൂട്ട്നെസ്സും വാരി വിതറുന്നുണ്ട്. തനി സ്വഭാവം നമുക്കല്ലേ അറിയൂ. പിന്നെ പെണ്ണ് വന്നു, പെണ്ണിന്റെ ഉമ്മ വന്നു. വർത്തമാനങ്ങൾക്കിടയിൽ നല്ല അടിപൊളി ചായയും വന്നു. ആവി പറക്കുന്ന ചായയിൽ നിന്ന് ഏലക്കയുടെയും ഇഞ്ചിയുടെയും മണം ഫഹീമിന്റെ മൂക്കിലേക്ക് അടിച്ച് കയറി. കാരണം നമ്മുടെ ചെക്കനൊന്നും ചായ കിട്ടിയിട്ടില്ല. ഡ്യൂട്ടി കഴിഞ്ഞെത്തി നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണല്ലോ. അംജു ആണെങ്കിൽ കിട്ടിയ ഗ്യാപ്പിൽ അവളെ വായി നോക്കുന്ന തിരക്കിലാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അംജുവിന് അവൾക്ക് സംസാരിക്കാനുള്ള നേരമായി. അവർ നേരെ പുറത്തേക്ക് ഇറങ്ങി. എളാപ്പയും അവളുടെ ബാപ്പയും കാരണവരും പൊരിഞ്ഞ വർത്തമാനാണ്. ഉമ്മച്ചിയും എളീമയും അവളുടെ ഉമ്മയോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ കഥാനായകൻ ഇവിടെയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ കുടിച്ച ചായയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ല ആൾക്ക്. അവൻ പതിയെ പുറത്തിറങ്ങി. ഹൈമിയും അംജുവും മുറ്റത്തിന്റെ ഒരു വശത്തായി സംസാരിക്കുന്നു. ഡാ ഫഹീം, ഇങ്ങോട്ട് വാ. അവനെ കണ്ടപ്പോൾ അംജു അങ്ങോട്ട് വിളിച്ചു. പിന്നെ അവൾക്ക് നല്ല പരിചയമുണ്ടല്ലോ അവനെ. അവർ തമ്മിലുള്ള ബോണ്ട് അവൾക്ക് നന്നായിട്ട് അറിഞ്ഞതാണ്. അതെ, ആ ചായ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിയപ്പവും ഡെലീഷ്യസ്.
അതാരുണ്ടാക്കിയത്? എന്തായാലും നീയല്ലെന്ന് എനിക്കറിയാം. നിന്റെ ഉമ്മയാണോ? ഹഫീമുക്ക, നിങ്ങളൊരു ഡോക്ടറല്ലേ? പൊതുവെ അലോപ്പതി ഡോക്ടർമാർക്ക് ഇതൊക്കെ അലർജിയാണല്ലോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. ദിവസം ഒരു കപ്പ് ടീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇനി ഷുഗർ ഇല്ലെങ്കിലും ഓക്കെ. എൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചായ എന്നെ സംബന്ധിച്ച് നോട്ട് ബാഡ്. പിന്നെ ഡിഫറെൻറ്റ് മസാല ചായകൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എനിക്കിഷ്ടമാണ്. ഈ ചായയുടെ ആളാരാണ്? അത് നൂറയാ, ഞങ്ങളുടെ മാമിയുടെ മോള്. എനിവേ, ആ കക്ഷിയോട് പറഞ്ഞേക്ക് സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന്. മോളെ ഹൈമി, കഴിഞ്ഞില്ലേ? പുയ്യാപ്പിളെന്നെ വല്യമ്മച്ചിക്കൊന്ന് കാണണമെന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ട്. അവളുടെ ഉമ്മ ഒന്ന് വിളിച്ചു. ഒരു കേട്ടോ, വല്യമ്മച്ചിണ്ട് അവിടെ. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാ. തനിച്ച് നടക്കാനും വന്നിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാ. റൂമിലാ, നിങ്ങളെ കാണാനാവും. അവൾ അംജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവര് പോകുന്നത് നോക്കി മുറ്റത്തായി നിന്ന ഫഹീമിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അംജു. നീയും വാടാ, അകത്തുള്ളത് എങ്ങനെയുള്ളത് എന്നാന്ന് എനിക്കറിയില്ല. നീയും പോരട എൻ്റെ ഒരു ധൈര്യത്തിന്. അവൻ ഫഹീമിനെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി. വിശാലമായ ഹാളും കടന്ന് അവർ പോയത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമിലേക്കാണ്. അതിൽ കട്ടിൽ കാൽ നീട്ടിവെച്ച് ഹെഡിലേക്ക് തലചാരി വെച്ച് വല്യമ്മ ചിരിപ്പുണ്ട്. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന റൂമും കട്ടിലും അതിലുള്ള സാധനങ്ങളും, കാതിൽ വലിയൊരു ജിമിക്കിയും കട്ടിയുള്ള വളകളും, അരയിൽ വെള്ളിയുടെ അരഞ്ഞാണൊക്കെയായി വല്യമ്മച്ചിയെ കാണാനൊരു ചന്തൊക്കെയുണ്ട്. സ്വന്തമായിട്ട് നടക്കാനാവില്ലെങ്കിലും ആൾക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. ആ വെരി വെരി, ഇതാണല്ലേ എൻ്റെ ഹൈമിയുടെ ചെക്കൻ. വാ കുട്ടിയെ, ഇവിടെ വന്നിരിക്ക്. അന്നെ വല്യമ്മച്ചി ഒന്ന് കാണട്ടെ. ഞങ്ങൾ സംസാരിക്കി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു വല്യമ്മച്ചിനെ കണ്ട് വീടൊക്കെ ഒന്ന് കാണാൻ പോയിരുന്നു. അതും പറഞ്ഞ് അവിടെ ഉമ്മ പുറത്തോട്ട് പോയി. ഫഹീം ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി ചുമലിൽ ചാരി നിന്നു. അപ്പോഴാണ് ഒരു ചെറിയ പാദസര കിലുക്കത്തോടെ ഒരുവൾ അവൻ്റെ അരികിലൂടെ റൂമിലേക്ക് വന്ന് കയറിയത്. തലയിലൂടെയായിട്ട് അവളുടെ ഷാളിൻ്റെ അറ്റം അവൻ്റെ വാസിലായി കുടുങ്ങിയതും തലയിലിട്ടിരുന്ന അവളുടെ ഷോളൊന്ന് ഊർന്നു വീണു. തലയിൽ നിന്ന് വീണ തട്ടം നേരെ പിടിച്ചിടുമ്പോഴാണ് അതിൻ്റെ അറ്റം എവിടെയോ കുടുങ്ങിയെന്ന് അവൾക്ക് തോന്നിയത്. അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. നിലാവ് പോലെയുള്ള ആ മുഖം കണ്ടതും അവനിൽ എന്തെന്നില്ലാത്തൊരു കുളിര് വന്ന് പൊതിഞ്ഞു. എന്നാൽ ഒരു കയ്യിൽ ചായക്കപ്പും പിടിച്ച് അവൾ വല്ലാത്തൊരു പരിഭ്രമത്തോടെ അവനെ നോക്കി. സോറി. അവൻ കൈയെന്ന് പൊക്കി വാച്ചിൽ കുരുങ്ങിയ ഷോളിൻ്റെ അറ്റം വേർപ്പെടുത്തി കൊടുത്തു. അവളൊരു നേരത്തെ ചിരിയോടെ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് നടന്നു. ആ നൂറ, നീ എവിടെയായിരുന്നു? വല്യമ്മച്ചി അഞ്ജുവിനോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്ന ഹേമി അവളെ കണ്ടപ്പോൾ ചോദിച്ചു. ഞാൻ വല്യമ്മച്ചിക്ക് ചായ എടുക്കാൻ പോയതാ, അവളൊരു നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ അവളെന്ന ആ മായയിൽ കുടുങ്ങി ചുറ്റുമുള്ളതെല്ലാം മറന്ന് നോക്കി നിൽപ്പുണ്ട് നമ്മുടെ ചേട്ടൻ. ഒരു ചായ കുടിച്ചാൽ തനിക്ക് കിട്ടുന്ന ആ മനസ്സുകൾ ഇന്ന് ഈ മുഖം കണ്ടപ്പോൾ തനിക്കുണ്ടായത് അവനൊരു അത്ഭുതത്തോടെ ഓർത്തു. നൂറ, ഇതാണ് ആള്. ഹൈമി അംജുവിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണല്ലേ തൻ്റെ നൂറ. അംജു അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആളാണെങ്കിൽ അവൾ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി. ആ നുണക്കുഴിയിലേക്ക് നോക്കി വെള്ളം ഇറക്കുന്ന തിരക്കിലാണ്. ഫൈൻക, നിങ്ങൾ ചോദിച്ചില്ല ആ ചായ? അതിൻ്റെ ആൾത്തേ നിൽക്കുന്നു. നൂറ എൻ്റെ മാമിയുടെ മോള. റെസിപ്പി നേരിട്ട് തന്നെ ചോദിച്ചോളൂ കേട്ടോ. നൂറ, നിന്റെ ചായ ഇങ്ങനെ നന്നായിട്ട് ബോധിച്ചു. നിന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കായിരുന്നു കക്ഷി. അതിന് അവളവനെ നോക്കി. അവനാണ് ഈ ചായയും വേണ്ട റെസിപ്പിയും വേണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോയാൽ മതിയും പടപടാൻ പിടിക്കുന്ന എൻ്റെ ഹൃദയത്തെ ഒന്ന് നോർമലാക്കിയാൽ മതിയെന്ന അവസ്ഥയിലാണ്. എന്നാൽ ശരി വല്യമ്മച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി മോനെ, ഇടക്കൊക്കെ ഈ വല്യമ്മച്ചീനെ കാണാനൊക്കെ ഇങ്ങോട്ട് വരി. ഈ ഇപ്പൊ ഞങ്ങളുടെ കുട്ടിയായില്ലേ? അതിനെന്താ വല്യമ്മച്ചി, ഞാൻ ഇടക്കൊക്കെ വരാലോ. ആ സമയം ഫഹീമിന്റെ കണ്ണുകൾ അവളിലേക്കായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചായ ടേബിളിൽ വെച്ച് അടുത്തുള്ള മെഡിസിൻ ബോക്സിൽ നിന്ന് എന്തോന്ന് തിരയുകയാണ് അവൾ. വരട്ടെ, അംജുവളോട് യാത്ര പറയുന്നുണ്ട്. അതിനവൾ ചെറിയൊരു ചിരിയോടെ തലയാട്ടി കാണിച്ചു. വട എന്നും പറഞ്ഞ് അംജു കൈയും പിടിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പോണ പോക്കിൽ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്തോ ഒരു ഗുളിക പൊട്ടിച്ച് വല്യമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അവൾ. അവളിൽ നിന്ന് മറയുവോൾ അവൻ ആ മുഖം മനസ്സിലേക്ക് വരച്ചെടുത്തു. 6 മാസങ്ങൾക്ക് ശേഷം നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ നടത്താമെന്ന ധാരണയിൽ 2 കുടുംബങ്ങളും പിരിഞ്ഞു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലും അവൻ്റെ ഉള്ളിൽ ആ പെണ്ണിൻ്റെ മുഖമായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിലുള്ള ആ പാദസര കിലുക്കം തൻ്റെ ഹൃദയഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന പോലെ തോന്നി. രാത്രിയേറെയായിട്ടും അവന് ഉറക്കം വന്നില്ല. പേരറിയാത്ത എന്തോ ഒരു വികാരം തൻ്റെ ഉറക്കം കെടുത്തുന്ന പോലെ. അതിലവളുടെ മുഖമാണെന്നുള്ളത് അവനെ ഒന്ന് അമ്പരപ്പിച്ചു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാത്തതിനാൽ അവൻ നേരെ ഫോൺ എടുത്ത് അംജുവിനെ വിളിച്ചു. എന്താടാ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഇല്ലടാ, എനിക്ക് ഉറക്കം വരുന്നില്ല. അതിന് ഞാനെന്ത് വേണം? നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോന്നാണെങ്കിൽ വെരി സോറി മോനെ, ഞാനില്ലേ പാതിരാത്രി, എനിക്ക് കിടന്നുറങ്ങണം. ഉറങ്ങല്ലേ? അത് ഇനിയൊരു കാര്യം അറിയാനാ, ഒരാളെ കുറിച്ച് കൂടുതൽ അറിയണം.
ആരെ? നൂറ. എടാ പെണ്ണിനെ കണ്ടപ്പോൾ നിനക്ക് ചോദിച്ചുകൂടായിരുന്നില്ല ആ ചായയുടെ റെസിപ്പി? അവള് പറഞ്ഞു തരുമല്ലോ. പറയുമ്പോൾ നീ എന്താടാ ചോദിക്കാഞ്ഞേ? അപ്പുറത്ത് അംജു അത് ഓർത്ത പോലെ ഇന്ന് ആലോചിച്ചു. എടാ അതല്ല, അതിനല്ല. ഹൈമി പറഞ്ഞിട്ട് നിനക്ക് അവളെ കുറിച്ചൊക്കെ അറിയാലോ. എടാ നീ ഉറങ്ങില്ലേ? ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്താം. നീ ഒന്ന് പോയേ ഫൈ, എനിക്ക് ഉറങ്ങണം, നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ. അംജു ബാൽക്കണി തുറന്നിട്ടുകൊണ്ട് ബൈക്ക് താഴെ നിർത്തി പാരപ്പറ്റിലൂടെ മുകളിലേക്ക് കയറി. ബാൽക്കണിയിൽ ഒരു ബീൻ ബാഗിൽ കമ്പിളിയും പോച്ച് ഉറക്കം തൂങ്ങി അംജു ഇരിക്കുന്നുണ്ട്. എന്താടാ ഇതൊക്കെ? നിനക്ക് എന്തറിയാനാടാ ആ പെണ്ണിനെ പറ്റി? അവൻ അംജുവിനെതിരായി വന്നിരുന്നു. എടാ എന്താണെന്നറിയില്ല, അവളെ കണ്ട മുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. എവിടെ നോക്കിയാൽ ആ പെണ്ണിന്റെ മുഖം. മെഡിക്കൽ എത്തിക്സിൽ ഞങ്ങൾ പറയാറുണ്ട്, ഏറെക്കുറെ നമ്മുടെ അസുഖങ്ങൾക്കുള്ള മരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണെന്ന്. നൗ ഐ ഫീൽ ഇറ്റ്. ഞാനിന്നൊരു പേഷ്യൻ്റാണ്. അവളുടെ സ്നേഹവും കെയറും കിട്ടണമെന്നും അവളുണ്ടെങ്കിൽ എൻ്റെ ബിസി ലൈഫിൽ ഒരു റിലാക്സേഷൻ കിട്ടുമെന്നൊക്കെ എനിക്കൊരു തോന്നല്. ലവ്? അംജു അറിയാതെ പറഞ്ഞു. പക്ഷെ അവൻ്റെ ശബ്ദമൊന്ന് ഉയർന്നു. അംജു, അവളെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. നിന്റെ വൈഫാവാൻ പോകുന്ന പെണ്ണിൻ്റെ കസിൻ, അതുമാത്രമേ എനിക്കറിയൂ. ബട്ട് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ അവകാശിയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവളുടെ കൺകോണിൽ എവിടെയോ ഒരു വിഷാദം, ഒരു സങ്കടം. അത് ഞാൻ കണ്ടതാടാ. പറ, നിനക്ക് എന്തറിയാം അവളെ പറ്റി? എടാ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഹൈമിയുടെ മാമിയുടെ മോളാവള്. അവളുടെ ഉമ്മാൻ്റെ മേളിലെ വല്യമ്മച്ചിയുടെ കൂടെയും അമ്മാമാരുടെ കൂടെയാണ് ഇപ്പോൾ. അവളാണ് ആ വല്യമ്മച്ചിയുടെ എല്ലാം ഓളിനോളെന്നൊക്കെ ഹൈമി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾ നന്നായിട്ട് പഠിക്കും. ഡിസ്റ്റൻസ് ആയി എന്തോ പഠിക്കുന്നുണ്ട്. ഹൈമി ചിലപ്പോൾ ചില നോട്ടുകളും പ്രിന്റ് ഔട്ടുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. 100 എന്നാണ് പറയാറ്. ഇതൊക്കെ തന്നെ എനിക്കറിയൂ. പിന്നെ അവളെ ഞാനും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഹൈമയോട് ചോദിക്കാം. നാളെ അവളോട് കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കാം. 100 കണ്ടപ്പോൾ മുതൽ നമ്മുടെ ഫഹീം ഡോക്ടർക്കുണ്ടായ പ്രത്യേക അസുഖത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയാം. ഞാൻ അവൾക്ക് മെസ്സേജ് ചെയ്തോളാം. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. എന്നാൽ ശരി, നീ പോയിക്കോ. അംജു ഉറക്കച്ചടവോടെ ഹൈമിക്ക് മെസ്സേജ് ചെയ്തതിനിടയിൽ പറഞ്ഞു. ഞാനിനി ഇന്ന് ഇങ്ങോട്ട് പോകുന്നില്ല, ഇന്നിവിടെ കിടക്കാം. ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടാ വന്ന്. അതിനിവിടെ കിടക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ഉറങ്ങണം. നീ ഇനി ആ പെണ്ണിനെ കണ്ടിന്ന് ഉറങ്ങൂലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മേലോട്ട് കയറാൻ വന്നാലേ മര്യാദ കുരറ്റത്തും മിണ്ടാ കിടന്നോണം. ഫഹീം അതിനൊന്ന് ഇളിച്ച് കാണിച്ചു. വേഗം വന്ന് കിടന്നു. പിന്നെ അവന്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നോർത്ത് ഒന്നും മിണ്ടാതെ കിടന്നു. അന്നേരവും ആ പെണ്ണിന്റെ പതിഞ്ഞ പാദസരത്തിന്റെ താളം അവനിൽ ഒരു ചിരി തീർത്തിരുന്നു. വൈകുന്നേരമാണ് ഹൈമി ക്ലാസ് കഴിഞ്ഞ് അവർ പറഞ്ഞ സ്ഥലത്തെത്തിയത്. അവൾ എത്തിയപാടെ അംജു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതലുണ്ടായ കാര്യങ്ങളൊക്കെ അംജു തന്നെയാണ് അവളോട് പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് കഫേയുടെ വാതിൽ തള്ളി തുറന്ന് ഫഹീം അകത്തേക്ക് വന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വരികയാണെന്ന് കണ്ടാൽ അറിയാം. സോറി, ഒരു അർജന്റ് കേസ്, അത് അറ്റൻഡ് ചെയ്യാതെ വരാൻ തോന്നിയില്ല. ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. കസേര വലിച്ചിട്ടിരിക്കുന്നതിനിടയിൽ അവൻ ഹൈമിക്ക് ഒരു ഹായ് പറഞ്ഞു. എടാ, കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അഞ്ജു അവനോട് പറഞ്ഞു. അത് കേട്ട് അവിടെ എന്തു പറയണമെന്നറിയാത്ത ഭാഗത്തിലിരിക്കുകയാണ് ഹൈമി. ഷീസ് മാരീഡ്? അങ്ങനെ ചോദിക്കാനാണ് അവനപ്പോൾ തോന്നിയത്. നോ, പക്ഷെ നിക്കാഹിന്റെ വക്കോളെത്തിയിരുന്നു, പക്ഷെ മുടങ്ങിപ്പോയി. അത് 2 തവണ. അവൾ എങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി. എൻ്റെ മാമിയുടെ മോളവള്, നൂറ എന്ന അവളുടെ പേര്. കൂടെ പഠിച്ചിരുന്ന ഒരു വയനാട്ടുകാരൻ സാറിൻ്റെ കൂടെ വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടി പോയതാ മാമി. ഒരു 23 വർഷങ്ങൾക്ക് മുമ്പ്. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുകൊണ്ട് തന്നെ ഉമ്മയ്ക്കും ഏട്ടന്മാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ അവരവളെ പഠിക്കാൻ അയച്ചു. ഡിഗ്രി അവസാന വർഷമായപ്പോൾ നല്ലൊരു വിവാഹാലോചന വന്നു. വേണ്ട നോക്കാൻ തോന്നിയില്ല ആങ്ങളമാർക്കും ഉമ്മയ്ക്കും. അവരത് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു. എന്നാൽ മാമി അത് കുറെ നിരസിച്ച് നോക്കി. അത് മാമിയുടെ പഠനം മുടങ്ങുമെന്ന് ഭയന്നിട്ടാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ അതുകൊണ്ടായിരുന്നില്ലെന്ന് അറിഞ്ഞു തന്നെ കോളേജിൽ പഠിപ്പിച്ച ലെക്ചറുടെ കൂടെ മാമി ഇറങ്ങിപ്പോയപ്പോഴായിരുന്നു. കോളേജിലൊക്കെ പോയി പഠിക്കാൻ അയച്ചവള് തങ്ങളുടെ കുടുംബത്തിൽ കരുവാരി തേച്ചു. ഒരു കുടുംബത്തിന് തന്നെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് എറിഞ്ഞു. പെൺകുട്ടികളെ പഠിക്കാൻ അയച്ചാൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ എല്ലാവരും പരിഹസിച്ചു. സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ആങ്ങളമാർ ആ ബന്ധം വേരോടെ പിഴുതെറിഞ്ഞു. സദാ സ്നേഹനിധിയായവരൊക്കെ ഗൗരവത്തിന്റെ കുപ്പായെടുത്തണിഞ്ഞു. നിക്കാഹിനൊരുക്കിയ പന്തലെല്ലാം പൊളിച്ചു മാറ്റുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാമിയെയും പടിയിറക്കിയിരുന്നു. പക്ഷേ വിവരങ്ങളിൽ അവർ അന്വേഷിച്ചിരുന്നു. വയനാട്ടിൽ നിന്ന് വന്നൊരു അധ്യാപകനായിരുന്ന ആള്. ക്ലാസ്സിലെ മിടുക്കിയായ പെണ്ണിനോട് തോന്നിയ പ്രണയം അയാൾ അവളെയും കൊണ്ടുപോയി. അന്ന് തൊട്ടേ അയാൾ അവിടുത്തെ ജോലി മതിയാക്കിയിരുന്നു. 2 ആളും വയനാട്ടിലേക്ക് കുടിയേറി. പിന്നീട് എല്ലാവരുടെയും മനസ്സിൽ കനലിരിഞ്ഞ ദിവസങ്ങളായിരുന്നു. അന്നൊക്കെ വലിയ വെച്ച് പറയായിരുന്നു അവരെ അടുത്തു പോകാനും കൂട്ടിക്കൊണ്ടുവരാനൊക്കെ. പക്ഷേ ഉപ്പയും എളാപ്പയൊന്നും അതിന് സമ്മതിച്ചില്ല. എന്നാൽ വല്യമ്മച്ചിക്ക് അവരെ കാണാനും സ്വീകരിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നു മുതൽ തറവാട്ടിൽ ഞങ്ങൾ പെൺകുട്ടികളെ കൈത്തം പോലെയായി. അവിടെ പോകരുത്, അത് ചെയ്യരുത് എന്നൊക്കെ എല്ലാത്തിനും ഒരു നിയന്ത്രണം. +2 കഴിഞ്ഞ് ഇനി പഠിക്കണമെന്ന് വാപ്പ പറഞ്ഞു. ആ സമയം ദേഷ്യപ്പെട്ട് ഉമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു, ഈ തറവാട്ടിലെന്താ ഞങ്ങൾ പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെയെന്ന്.
അതിനുത്തരമായിട്ടാണ് ഉമ്മ ഞങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നത്. എനിക്ക് മേലെയുള്ള ബാപ്പിയുടെ കടുത്ത നിയന്ത്രണത്തിലും ബാപ്പിയുടെ ഗൗരവ സ്വഭാവത്തിന് പിന്നിലും ഇങ്ങനെയുള്ളൊരു വലിയ കഥയുണ്ടെന്ന് അപ്പോഴാണ് ഞാനും അറിയുന്നത്. പിന്നീട് 1 വർഷം കഴിഞ്ഞ് മാമിയും ഭർത്താവും തറവാട്ടിൽ വന്നിരുന്നു അത്രേ. വലിയപ്പച്ചിയുടെ ഒരു ആണ്ട് ദിവസം കയ്യിൽ ചെറിയൊരു കൈക്കുഞ്ഞുമായിട്ട്. എനിക്കൊന്നും ഓർമ്മയില്ല. ഉമ്മ പറഞ്ഞു തന്നാ. ഹൈമി കഥ പറയൽ തുടരുകയാണ്. വലിയമ്മച്ചി അവരെ സ്വീകരിക്കാൻ ഒരുങ്ങിയെങ്കിലും അവരകത്ത് കയറിയാൽ ഞാനും കുടുംബം ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന എൻ്റെ വാപ്പ പറഞ്ഞു. അതൊരു തർക്കത്തിലേക്ക് വഴിവെക്കും മുമ്പേ അവരിറങ്ങിപ്പോയി. പിന്നെ ഇടയ്ക്കൊക്കെ വല്യമ്മച്ചി അവരെക്കുറിച്ച് വാപ്പാനോട് ചോദിക്കുകയായിരുന്നു. പക്ഷേ വാപ്പ അതിന് മാത്രമാണ് വല്യമ്മച്ചിയോട് ദേഷ്യപ്പെടുന്നത്. +2 കഴിഞ്ഞ് എന്നെയും കെട്ടിച്ചിടാൻ വാപ്പയ്ക്ക് വലിയ ധൃതിയായിരുന്നു. പക്ഷെ ഞാനിക്കാക്കമാനെ സോപ്പിട്ട് ഒരുവിധം ഇവിടെ എത്തി. അവൾ ഓർമ്മകളിൽ നിന്നൊന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് നൂറ അവളെങ്ങനെ ഇവിടെ വന്നു? ഫഹീമിന് ചോദിക്കാതിരിക്കാനായില്ല. 2 വർഷം മുമ്പ് വയനാട്ടിലുണ്ടായിരുന്ന ഒരു ഉരുൾപൊട്ടലിൽ മാമിയും ഭർത്താവും എല്ലാവരും പോയി. നൂറ അവളന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു. കോളേജിൽ നിന്ന് എന്തോ ക്യാമ്പിനായിട്ട് മൈസൂരിലേക്ക് പോയതായിരുന്നു അവൾ. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അന്നുണ്ടായ ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് വീടും കുടുംബവും ഉറ്റവരും ഉടയവരെല്ലാം നഷ്ടപ്പെട്ടു. ചിലരെയൊക്കെ ബന്ധുക്കളുടെ കൂടെ പുനരധിവസിപ്പിച്ചു. അങ്ങനെ നൂറയിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോലീസ് അവളെ ഇങ്ങോട്ട് അയച്ചു. കാരണം അവൾക്ക് ഇനി സ്വന്തം എന്ന് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ അവൾക്ക് ഉമ്മയും ഉപ്പയും ഒരു അനിയനെല്ലാവരും ഉണ്ടായിരുന്ന. പക്ഷേ വിധി ആരെയും തിരിച്ചു നൽകിയില്ല. ആദ്യമൊക്കെ അവൾക്ക് ആരുമില്ലെന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ പിന്നെ അവിടെ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയി ആ പെണ്ണ്. അപ്പോഴാണ് അവൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസം ബാപ്പയും അളാപ്പയും കൂടി പോയി. എല്ലാം അറിഞ്ഞപ്പോൾ വല്യമ്മച്ചി ആകെ തകർന്നു. അന്നു മുതലായതാ ആളങ്ങനെ ഈ കട്ടില്. അവസാനമായിട്ട് മോളെ ഒന്ന് കാണാനോ മിണ്ടാനോ ആരും അനുവദിച്ചില്ലല്ലോ. അതോർത്ത് വല്യമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിറ്റേന്ന് പാപ്പയുടെ കൂടെ നൂറ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒരു ദുരന്തം അവൾ എത്രത്തോളം തകർത്തു എന്ന് അവളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കരഞ്ഞു തളർന്ന കണ്ണുകളും കയ്യിൽ അവരുടെ ഓർമ്മകൾ അടങ്ങിയൊരു ബാഗുമായി അവൾ ഞങ്ങളുടെ മുറ്റത്ത് വന്ന് ഇറങ്ങി. ഏകദേശം എന്നോളം തന്നെ പ്രായം. ഞാനൊന്ന് +2 കഴിഞ്ഞ് ടീച്ചിങ് പോസ്റ്റ് ചെയ്യുന്ന സമയമാണ്. എന്നാലും വാപ്പാക്കും ഇളാപ്പാക്കും അവളോട് എന്തോ ഒരു ദേഷ്യം പോലെയായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ കൂട്ടിക്കൊണ്ടുവന്ന പോലെ. പക്ഷെ വല്യമ്മച്ചിക്ക് വലിയൊരു സമാധാനം പോലെയായിരുന്നു. എനിക്ക് കൂട്ടിനൊരാളെ കിട്ടിയ സന്തോഷവും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത് നല്ല കൂട്ടായി. പക്ഷെ ബാപ്പ അവളോട് അങ്ങനെ മിണ്ടാറില്ല. എന്നാലൊന്നും പറയുകയില്ല. അവളോടൊരു പക്ഷെ സ്നേഹം ഉണ്ടായിരിക്കാം. ഒളിച്ചോടിപ്പോയ പെങ്ങളുടെ മോളല്ലേ, അതിൻ്റെ ഒരു ദേഷ്യം. എന്തോ ഒരു പാവം പെണ്ണ അവള്. വന്ന കുറച്ച് ദിവസം വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന് കരയുന്ന കാണാം. ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് വന്നതിൻ്റെ ഞെട്ടിൽ അവളെ വിട്ടു പോയിട്ടില്ല. എനിക്കും വല്യമ്മക്കും ഭയങ്കര സങ്കടമായിരുന്നു കാണുമ്പോൾ. അങ്ങനെയാണ് വല്യമ്മച്ചി ഓരോ ചെറിയ പണികളൊക്കെ അവൾക്ക് കൊടുത്തത്. മരുന്നെടുത്ത് കൊടുക്കുക, ചുടുവെള്ളം കൊണ്ടുവരിക, ഫിസിയോതെറാപ്പി ചെയ്യിക്കുക തുടങ്ങിയവയ്ക്ക്. ഞാൻ അവളോട് കലവില പറയായിരുന്നു. പക്ഷെ അവളെ കൂട്ടി പുറത്തേക്ക് പോകുന്ന എന്തെങ്കിലും പരിപാടി കൊണ്ടുപോകുന്നൊന്നും ബാപ്പാക്ക് ഇഷ്ടമില്ല. ആരായെന്തോന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഭയന്നിട്ടാവും. അതുകൊണ്ട് തന്നെ അവളൊന്നും പറയാറില്ല. വല്യമ്മച്ചിയുടെ ഹോം നേഴ്സായിട്ട് അവളും പതിയെ മാറി തുടങ്ങി. അതിനിടയിൽ ഡിഗ്രി ഫൈനൽ ഇയറിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കോളേജിൽ നിന്ന് വിളി വന്നിരുന്നു. അവൾക്കത് എഴുതണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ തന്നെയാണെന്ന് പാപ്പയുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച്. പരീക്ഷയ്ക്ക് മാത്രമാണെങ്കിൽ പോവാം, ഇനി എന്നെ നാണം കെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അതെനിക്കും കൂടിയുള്ള ഒരു താക്കീതായിരുന്നു. അന്ന് ഞങ്ങൾ തന്നെയാണ് കോഴിക്കോട് പോയി എക്സാം അറ്റൻഡ് ചെയ്ത്. എക്സാം റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു അവൾക്ക്. വാപ്പാനെ ഭയന്ന് പിന്നെയൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. അവൾക്ക് പക്ഷെ തുറന്നു പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനാ അവളോട് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഡിപ്ലോമ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ റെഡിയാവുകയാണ്. പഠിക്കാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാനാണ് കൊണ്ടുകൊടുക്കാറ്. ഗൾഫിലുള്ള ഇക്കാക്കമാരും ഭയങ്കര സപ്പോർട്ടാണ്. അവർക്ക് എന്നെപ്പോലെ തന്നെയാണ് അവൾ. പണ്ട് നടന്ന കാര്യങ്ങൾക്ക് അവളെയും തെറ്റിയതെന്നാണ് അവരും പറയാറ്. അവൾക്ക് പഠിക്കാനുള്ള ചിലവുകളെല്ലാം അവർ തന്നെയാണ് എടുക്കുന്നത്. ഇതൊന്നും മുഴുവനായിട്ട് പാപ്പക്ക് അറിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നറിയാം. എന്നാൽ അവളോട് അങ്ങനെ മിണ്ടാനോ സംസാരിക്കാനോ വാപ്പ പോവാറില്ല. അദ്ദേഹത്തിൽ നിന്ന് മുഴുവൻ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൾ ആരെയും ഒന്നിനെ എതിർത്ത് പറയാറോ സംസാരിക്കാറോ ഇല്ല. ഞാനും വല്യമ്മച്ചിയും ഉമ്മച്ചിയുമാണ് വലിയ കൂട്ട്. അങ്ങനെ അതിനിടയിൽ അവൾക്ക് ചില ആലോചനകളൊക്കെ വന്നിരുന്നു. വരുന്നവർക്കെല്ലാം അവളെ ഇഷ്ടമാവും. പക്ഷേ കുടുംബകാര്യം ചർച്ചയാകുമ്പോൾ എല്ലാവരും പിന്മാറും. വരുന്ന ആലോചനകൾക്കൊന്നും അവളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം അവൾ പറയാറില്ലായിരുന്നു. ഞാനെന്ന ഭാരം എത്രയും വേഗം ഇവിടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു അവൾക്ക്. ഓരോന്ന് മുടങ്ങുമ്പോഴും എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവളോട് കൂട്ടുകൂടിയിട്ട് എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അവളെ പിരിയാനും വയ്യ. ഞാനത് അവളോട് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവസാനം എല്ലാവർക്കും ഒരു ഭാരമാവും. ഇനി നിന്റെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നായിരുന്നു അവളുടെ മറുപടി. ഇക്കാക്കമാരൊക്കെ പെണ്ണേട്ടനാകുമ്പോഴേക്കും അവൾ എങ്ങനെയും കെട്ടിച്ചേക്കണമെന്നായിരുന്നു വാപ്പയ്ക്ക്. അവൾക്കാണെങ്കിൽ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ നൂറ പാവ. വലിയമ്മച്ചി ഉമ്മയും പറയുന്ന കേൾക്കാം. മാമിയുടെ തനി പകർപ്പാണ് അവളെന്ന്. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു പെണ്ണ്. ഒരുപക്ഷെ അവരുടെ ഉമ്മച്ചി ചെയ്തൊരു വലിയ തെറ്റാണെന്ന് ഇപ്പോഴായിരിക്കും അവൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത മാസം എക്സാമാണ്. അതിന് പോകാൻ വാപ്പയോട് ഞാൻ ചോദിക്കണം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ അവൾ തന്നെയാണ് എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ചോദിച്ച്. നമ്മുടെ ഒരു പ്രണയമാണെന്ന് അവിടെ അവൾക്ക് മാത്രമേ അറിയൂ. ബാക്കി എല്ലാവർക്കും നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞു വന്നൊരു ബന്ധം. ഞാനും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ആരോടും പറഞ്ഞില്ല.
കാരണം വാപ്പാക്ക് ചിലപ്പോൾ സഹിക്കാനാവില്ല. ഒരിക്കൽ സ്വന്തം പെങ്ങള്, ഇപ്പം മോളും. ഞാൻ പോയ ഇനി എനിക്ക് ആരാന്ന് അവൾ എന്നോട് ചോദിക്കാറുണ്ട്. നിനക്ക് ഞാനില്ലേന്ന് പറഞ്ഞ് അവളെ വലിയമ്മ സമാധാനിപ്പിക്കും. ഹൈമ ഓർമ്മകളിൽ നിന്നൊന്ന് ഇടിവേർപ്പിട്ടു. ഹൈമി, എനിക്ക് വേണം അവളെ. ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കലങ്ങിയ കണ്ണുകളുമായി ചോദിച്ചു അവൻ. ഫഹീംക്ക, ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കും ആദ്യം സന്തോഷമായിരുന്നു. പക്ഷെ അവളുടെ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞ് ഇത് തന്നെയാണ് തീരുമാനം എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതിനവനൊന്ന് ചിരിച്ചു. അവളുടെ കഥ കേട്ടപ്പോഴാണ് എനിക്ക് അവളെ കൂടുതൽ ഇഷ്ടമായത്. കാരണം എനിക്ക് ഉറപ്പില്ലായിരുന്നു അവളെനിക്ക് കിട്ടുമെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് ഉറപ്പാ, ആ പെണ്ണ് എനിക്കുള്ളതാ. ആദ്യമായിട്ട് എൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞത് അതിൻ്റെ യഥാർത്ഥ ഇണയെ തന്നെയാണ്. എനിക്ക് വേണം അവളെ. അവൾക്ക് ഇന്നോളം നഷ്ടമായതെല്ലാം ഞാൻ കൊടുത്തോളാം. ഐ ലവ് ഹർ. അവനെന്തോ ഓർത്തുന്ന പോലെ ഒന്ന് ചിരിച്ചു. നോക്കാം നമുക്ക്. ഹൈമി, എനിക്കൊന്നുകൂടി അവളെ കാണണം. അതിനെന്തോ ഒരു വഴി. അല്ലാ, ബാപ്പി അറിഞ്ഞ റബ്ബേ, നിങ്ങൾ ധൃതി കൂട്ടില്ലേ, നമുക്ക് ശരിയാക്കാം. അതും പറഞ്ഞ് അവൾ ഇറങ്ങി. ഫഹീം അംജുവിനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. എന്തിന്? നീ ഹൈമിയെ പ്രേമിച്ചെന്ന്. അതുകൊണ്ടാണല്ലോ എനിക്ക് നൂറെ കാണാൻ പറ്റിയത്. ഇവന് പ്രേമമൂത്ത് വട്ടായോ? അംജു ആത്മകഥ പോലെ പറഞ്ഞു. എടാ, എനിക്കിപ്പോൾ ഒരു ചായ കുടിക്കണം, ഒരു സ്പെഷ്യൽ ടീ. എവിടുന്ന് വേണ്ട, നമുക്ക് അമീദ് ഖാൻ അടുത്ത് പോവാം. എടാ, അപ്പം ഞാനിവിടെ ഓർഡർ ചെയ്ത ജ്യൂസോ? അത് നീ കുടിച്ചേക്ക്, എനിക്കിപ്പോൾ തന്നെ ഒരു ചായ കിട്ടണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി. പിന്നാലെ ഓർഡർ ചെയ്ത ജ്യൂസ് ക്യാൻസൽ ചെയ്ത് അംജുവും പിന്നാലെ ഇറങ്ങി. വീണ്ടും 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി. ഫൈ, നീ എവിടെയാടാ? വീട്ടില്. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹൈമി വിളിച്ചിരുന്നു. അവളുടെ വല്യമ്മച്ചിയുടെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ കുറച്ച് ദിവസം മുന്നേ UK പോയി. അവരുടെ ഒരു കസിൻ തന്നെയായിരുന്നു ആള്. പകരം കാണിക്കാൻ ഒരു ഡോക്ടർ വേണം. അവളാണെങ്കിൽ ചുമ്മാ നിന്റെ പേരൊന്ന് പറഞ്ഞു നോക്കി. പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് അത്രയും ആശ്വാസമാണ്. കാരണം അതിന് പ്രഷറും ഷുഗറൊക്കെ ഉള്ളതാ. എപ്പോഴും അബ്നോർമൽ ആവുന്നതെന്ന് അറിയില്ല. ഇതാവുമ്പോൾ ഏത് പാതിരാത്രി വിളിച്ചാൽ ആള് വേണം. നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ആവുമ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ. എന്താടാ, നിനക്ക് സമ്മതല്ലേ? നൂറെ കാണാനും സംസാരിക്കാനും നിനക്കൊരു അവസരമാവും. എന്തു പറയുന്നു? എന്തു പറയാനാ അംജു? എനിക്ക് 100 വട്ടം സമ്മതാ. എന്നാ ഓക്കെ, ഞാൻ അവളോട് പറയാം. പിറ്റേന്ന് വൈകുന്നേരം അവർ രണ്ടാളും കൂടി ഹൈമിയുടെ വീട്ടിലെത്തി. ഹൈമിയാണെങ്കിൽ വീട്ടിലെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിരുന്നു. അംജുവിന്റെ ബ്രദറാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ ബാപ്പാക്കും സമ്മതമായിരുന്നു. ആള് മുമ്പ് അവളെ പെണ്ണ് കാണാൻ അവന്റെ കൂടെ വന്നാണല്ലോ. ബാപ്പയോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നവർ വല്യമ്മച്ചിയുടെ റൂമിലേക്ക് നടന്നു. കട്ടിലിൽ കാൽ നീട്ടി വെച്ച് ചാരിയിരിക്കുകയാണ് അവർ. ആ പേരെയും കുട്ടിയെ, നിങ്ങളാണോ എന്നെ ചികിത്സിക്കണ പുതിയ വൈദ്യര്? ഹൈമി പറഞ്ഞിരുന്നേ. ഞാനല്ല വല്യമ്മച്ചി, ദേ ഇവനാ. അംജു ഫഹീമിനെ ചൂണ്ടി പറഞ്ഞു. അവൻ അവരെ നോക്കി മധുരമായി പുഞ്ചിരിച്ചു. അപ്പോൾ തന്നെ ആ റൂമൊക്കെ ഒന്ന് കണ്ണോടിക്കുകയും ചെയ്തു. ഇല്ല, അവൾ ഇവിടെയൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ പൾസ് നോക്കുന്നതിൽ ചോദിച്ചു. ഇല്ല കുട്ടിയെ, വലുതായിട്ടൊന്നുമില്ല. 4 ഇടക്കൊക്കെ ഒരു തലവേദന വരും. അത് ഈ പ്രസന്റതായിക്കേ. പിന്നെ വല്യമ്മച്ചി, പഴയ ലിസ്റ്റുകളൊക്കെ എനിക്കൊന്ന് തരുമോ? അവൻ പറഞ്ഞു. അതൊക്കെ നൂറൊക്കെ അറിയാം, അവള് വിളിക്കാം. മോളെ നൂറാ, ഉമ്മ വിളിച്ചതും എവിടുന്നോ വന്നു അവൾ. റൂമിലായി അവളുടെ പാദസരത്തിന്റെ നേർത്ത കിലുക്കമറിഞ്ഞതും ഫഹീമിന്റെ ഹൃദയം വല്ലാതെ തുടിച്ചു. ഇതുവരെ മിടിച്ചുകൊണ്ടിരുന്ന താളം പെട്ടെന്ന് ഇങ്ങോട്ടോ ഗതി മാറിയ പോലെ. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.